ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ യുവത്വത്തിന്റെ മനസ്സിൽ തിളങ്ങി നിന്ന താരം തന്റെ 24-ാം വയസ്സിൽ താരപദവിയുടെ തലപ്പത്ത് നിൽക്കെ സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിനിരയായി മരണം. പറഞ്ഞു വരുന്നത് 80കളുടെ തുടക്കത്തിൽ സിനിമയിൽ നിറസാന്നിധ്യമായ റാണി പത്മിനിയുടെ കഥയാണ്. ഒക്ടോബർ 20 അന്ന് ചെന്നൈ നഗരത്തെ ഞെട്ടലിലേക്കും ഭീതിയിലേക്കും ആഴ്ത്തിക്കൊണ്ടൊരു വാർത്ത പരന്നു. വെസ്റ്റ് അണ്ണാനഗറിലെ 18-ാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവിൽ നടി റാണി പത്മിനിയും അമ്മ ഇന്ദിരാകുമാരിയുടെയും മൃതദേഹങ്ങൾ അഴുകി ജീർണിച്ച നിലയിൽ കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. കൊലയ്ക്ക് പുറമെ അതിക്രൂരമായ ബലാത്സംഗവും നടന്നിരിക്കുന്നു. സംഭവത്തിന്റെ എല്ലാം തുടക്കം ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ റാണിയുടെ അമ്മ കടുത്ത സിനിമാ പ്രേമിയായിരുന്നു. സിനിമ എന്ന മോഹവുമായി ഇന്ദിര മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്തതിനിടയിൽ ചൗധരി എന്നു പേരുള്ള ഒരാളുമായി പ്രണയത്തിലാവുകയും ആ ബന്ധത്തിൽ റാണി ജനിക്കുകയും ചെയ്തു. റാണി ജനിച്ചതും വളർന്നതുമെല്ലാം മദ്രാസിലായിരുന്നു. മകളെ ഒരു നടിയാക്കാനായി ഇന്ദിര പല വഴികളും നോക്കി. എന്നാൽ അതൊന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. തനിക്ക് നേടാൻ കഴിയാത്തത് മകളിലൂടെ നേടിയെടുക്കാനായി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൗമാരക്കാരിയും കാണാൻ അതിസുന്ദരിയുമായ റാണിയെ കൂട്ടി അവർ മുംബൈയിലേക്ക് വണ്ടി കയറി. ബോളിവുഡിൽ അറിയപ്പെടുന്നൊരു നടിയായി റാണിയെ മാറ്റണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പ്രതീക്ഷിച്ചതുപോലുള്ള അവസരങ്ങളൊന്നും റാണിയെ തേടിയെത്തിയില്ല. അതിനുശേഷമാണ് റാണി മലയാള സിനിമയിലേക്ക് വരുന്നത്. മോഹനൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്നതായിരുന്നു റാണിയുടെ ആദ്യത്തെ മലയാള ചിത്രം. പിന്നീട് അങ്ങോട്ട് മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ ഒട്ടനവധി അവസരങ്ങൾ റാണിയെ തേടിയെത്തി. 1981 മുതൽ 86 വരെ ഏറെ പ്രശസ്തമായ 61 സിനിമകളിൽ റാണി അഭിനയിച്ചു. അതിനാൽ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അതിസമ്പന്നയായി മാറി. അങ്ങനെയിരിക്കെ 18-ാം നമ്പർ അവന്യൂവിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു റാണിയും അമ്മയും അങ്ങോട്ടേക്ക് താമസം മാറി. അതേസമയം തന്നെ പുതിയ വാച്ചർ, കുക്ക്, ഡ്രൈവർ എന്നിവരെ ജോലിക്ക് നിയമിക്കാനായി പത്രത്തിൽ അവരൊരു പരസ്യം നൽകി. പരസ്യം കണ്ട് ആദ്യം ഡ്രൈവറായി ജബരാജ് എന്നൊരാൾ ജോലിയിൽ പ്രവേശിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹനും വന്നു. നിരവധി മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ജബരാജ്. അവരിരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്ന കാര്യം റാണിക്കും അമ്മയ്ക്കും അറിയാനും പാടില്ലായിരുന്നു. ഇതിനു പിന്നാലെ ഗണേശൻ എന്നു പേരുള്ളൊരാൾ കുക്കായും അവിടെ ജോലിക്കെത്തി. അധികം വൈകാതെ തന്നെ മറ്റു 2 ജോലിക്കാരുമായും ഇയാൾ പെട്ടെന്നെടുത്തു. അതിനിടെ 18-ാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ റാണി നടത്തി വരികയായിരുന്നു. മൊത്തം വിലയും പണമായി നൽകാമെന്നായിരുന്നു റാണിയുടെ ഓഫർ. ഈ വിവരം എങ്ങനെയോ ജബരാജ് അറിയുകയും റാണിയുടെ കയ്യിൽ ധാരാളം പണവും സ്വർണവും ഉണ്ടാകുമെന്ന് ഊഹിക്കുകയും ചെയ്തു. ഈ വിവരം മറ്റ് 2 പേരോടുമായി അയാൾ പങ്കുവച്ചു. അങ്ങനെ അവരൊരു പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി. 1986 ഒക്ടോബർ 15 ജബരാജ് റാണിയുടെ ബംഗ്ലാവിനുള്ളിലേക്ക് രാത്രി സമയം അവരറിയാതെ കയറി ഒളിച്ചിരുന്നു. റാണിയും അമ്മയും പതിവായി രാത്രി മദ്യപിക്കാറുണ്ടായിരുന്നു. ആ മദ്യപാനം വെളുക്കുവോളം നീണ്ടു നിൽക്കാറുമുണ്ടായിരുന്നു. ഇതിവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പതിവ് പോലെ അന്നും രാത്രി അമ്മയും മകളും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിന് ശേഷം റാണി അടുക്കളയിലേക്ക് പോയ നേരം അമ്മയെ അവർ നിരന്തരമായി കുത്തി വീഴ്ത്തി. നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി കുത്തേറ്റ് ചോര വാർന്നു കിടക്കുന്ന അമ്മയെ കണ്ടു ഭയന്നു. അപകടം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാനായി മുകളിലെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെയും ആ ക്രൂരന്മാർ വെറുതെ വിട്ടില്ല. അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം റാണിയുടെ ജീവനും അവർ കവർന്നു. ശേഷം 15 ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളും 10,000 രൂപയും മോഷ്ടിച്ചു കൊണ്ടവർ അവിടെ നിന്നും വേഗം കടന്നു കളഞ്ഞു. അതിഭീകരമായ ആ രാത്രിയും 5 ദിവസവും കടന്ന് ബംഗ്ലാവ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ബ്രോക്കർ പ്രസാദ് അവിടെ എത്തി. നിരവധി തവണ കോളിംബിൽ അടിച്ചു നോക്കിയിട്ടും ഉള്ളിൽ നിന്നും യാതൊരു വിധത്തിലുമുള്ള പ്രതികരണവും ലഭിക്കാത്തതിനാൽ അയാൾ അവിടെ തന്നെ നിന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് അകത്തു നിന്നും അതിശക്തമായ ദുർഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടത്. അയാൾ വീടിന് ചുറ്റും നോക്കി. പുറകുവശത്തെ വാതിൽ ചാരിയിട്ടേയുള്ളൂ. അതിലൂടെ അകത്തേക്ക് കയറി നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഉള്ളിലേക്ക് കയറും തോറും ദുർഗന്ധം കൂടിക്കൊണ്ടേയിരുന്നു. ചുറ്റിലും ഈച്ചകളുടെ ഇരമ്പൽ ശബ്ദം കൊണ്ട് അയാളുടെ കാതുകൾ അടഞ്ഞു. ഒടുവിൽ അയാൾ എത്തി നിന്നത് ഒരു കുളിമുറിയുടെ വാതുക്കലിലാണ്. ഒരൊറ്റ വെട്ടമേ അയാൾ ആ ഭാഗത്തേക്ക് നോക്കിയുള്ളൂ. തറയിൽ ചീഞ്ഞളിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ. പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ മൃതദേഹങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം അഴുകിയ നിലയിലായിരുന്നു. വെറുതെ ഒന്ന് അനക്കിയാൽ പോലും അടർന്നു വീഴാൻ പാകത്തിൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അത്.
അതിനാൽ പോസ്റ്റ്മോർട്ടം മൃതദേഹം കിടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നടത്തിയത്. ശരീരങ്ങൾ ഏറ്റുവാങ്ങാനായി ബന്ധുക്കളാരും വരാഞ്ഞതിനാൽ മോർച്ചറിയിൽ നിന്നും ചലച്ചിത്ര പരിഷത്താണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. സംഭവത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ പ്രതികളെ പിടികൂടി. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം ഏറ്റുപറഞ്ഞു. എന്നാൽ പിന്നീട് ഈ കൊലപാതകത്തിന് പിന്നിൽ ചില സിനിമാ പ്രവർത്തകരാണെന്നും ജബരാജ് കുറ്റം ഏറ്റതാണെന്ന രീതിയിൽ കഥ പരന്നു. എന്നാൽ അതിന് തക്ക തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. കഥകൾ കഥകളായി തന്നെ പ്രചരിച്ചു പോന്നു. വിടരും മുന്നേ കൊഴിഞ്ഞൊരു പൂവിനെ പോലെയായി റാണി പത്മിനിയും അവളുടെ സിനിമാ ജീവിതം.